നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. വീരയോദ്ധാക്കളുടെ അന്ത്യയാത്ര എന്ന നാടകത്തിന്റെ പരിശീലന കളരിയുടെ ഉദ്ഘാടനം റവറന്റ് ഫാദർ സോളമൻ ചാരക്കാട് നിർവഹിക്കും. 30 വർഷങ്ങൾക്ക് മുമ്പ് ചവിട്ട് നാടക രചനകളുടെ കുലപതി പശ്ചിമ കൊച്ചിയിലെ സൗദി ദേശക്കാരനായ യശശരീരനായ PC റാഫേൽ ആശാൻ മലയാളത്തിൽ രചിച്ച ചവിട്ട് നാടകവേദിയിലെ ആദ്യ ചവിട്ട് നാടകമായ കാറൽസ്മാൻ ചരിത്രത്തിലെ അവസാന ഭാഗമായ വീരയോദ്ധാക്കളുടെ അന്ത്യയാത്ര എന്ന നാടകത്തിന്റെ പരിശീലന കളരിയുടെ ഉദ്ഘാടനം കണ്ടക്കടവ് ഫ്രാൻസിസ് സേവ്യർ ഫെറോന പള്ളി വികാരി റവറന്റ് ഫാദർ സോളമൻ ചാരങ്കാട്ട് നിറദീപം തെളിച്ചു ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സംസ്കാര പൈതൃകലയെ കാലത്തിന് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. പ്രഭാസനത്തിന്റെ സ്ഥാപകരായ ഡോക്ടർ ഫാദർ VP ജോസഫ് അധിപത്തിലാണ് ഈ കാര്യങ്ങളുടെ എല്ലാം നിയന്ത്രണം, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടറുമായിട്ട് ഇതിന് സർവത്ര പ്രോത്സാഹനം നൽകുന്നു അദ്ദേഹം നൽകിയാണ്. 2018 മുതൽ അതിസദ്യവിധം പ്രഭാഷണം കൊച്ചി പൗരാണിക രംഗകലാപീഠം എല്ലാ വർഷവും നാടകം കഴിച്ചു പോകുന്നു. 10 മാർലേശം കൊട്ടാര രഹസ്യവും 2025 ഹൈലൈറ്റ് ചെയ്ത നാടകമാണ്. 30 വർഷമായിട്ട് കൃപാസനത്തോട് ചേർന്ന് കൊച്ചിൻ പൗരാണിക രംഗകലാപീഠം പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ ഈ കലാപൈതൃകങ്ങളെ മുഴുവനും സംഗ്രഹിക്കുന്നതിന് വേണ്ടി ചവിട്ടുനാടക കലാകാരന്മാരുടെ ക്ഷേമകാര്യങ്ങൾക്കും ചവിട്ടുനാടകത്തിന്റെ ഉന്നമനത്തിനും പരിശീലനം നടത്തുവാനും കഴിഞ്ഞ 40 വർഷക്കാലമായി ആലപ്പുഴ കലവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൃപാസനം പൗരാണിക രംഗകലാപീഠത്തിന്റെ കീഴിലുള്ള കൊച്ചിൻ പൗരാണിക രംഗകലാപീഠമാണ് ചവിട്ടുനാടകത്തിന് നേതൃത്വം നൽകുന്നത്. അലക്സ് ജെ കുന്നേലാണ് നാടക സംവിധായകൻ. 2026 ഏപ്രിൽ മാസം നാടകം വേദിയിൽ അവതരിപ്പിക്കും. കൃപാസനം കൾച്ചർ സെക്രട്ടറി ജോസി കണ്ടക്കടവ്, കൃപാസനം സ്കൂൾ ഫോക്ക് ആർട്സ് പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് എഡ്വേർഡ് തുറവൂർ, ചവിട്ടുനാടക ആശാൻ അലക്സ് കുന്നേൽ, കൃപാസനം കളറി ആശാൻ ഷാജി ഇടുപുന്ന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊച്ചി പൗരാണിക രംഗകലാപീഠം കൃപാസനത്തിന്റെ ഒരു അനക്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൊച്ചിയിൽ ഒത്തിരി നാടകങ്ങൾ ഞങ്ങൾ ആ കൊച്ചിൻ പൗരാണിക രംഗകലാപീഠത്തിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് മീഡിയയിലും പത്രത്തിലും എല്ലാം ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും മുന്നോട്ടുള്ള പ്രയാണങ്ങൾ ഉണ്ടാവണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് ന്യൂസ് ബ്യൂറോ, കൊച്ചി.